അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മ്യാൻമാർ, തായ്ലൻഡ്, വിയറ്റ്നാം രാജ്യങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഭൂകമ്പത്തിൽ സഹായം യാചിച്ച് മ്യാൻമാർ ദേശീയ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ ചാൾസ് ബോ. ഭക്ഷണം, പാർപ്പിടം, മരുന്ന്, മറ്റ് എല്ലാ സുപ്രധാന വസ്തുക്കളും ഉൾപ്പെടെ ജനത്തിന് എല്ലാം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 7.7 തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിൽ ഇതുവരെ 1700-ലധികം പേർ മരിക്കുകയും 3000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മറ്റു വസ്തുക്കളെക്കാൾ ഉപരി രാജ്യത്തിന് സമാധാനമാണ് ആവശ്യമെന്നും യാങ്കൂണിലെ ആർച്ച് ബിഷപ്പ് കൂടിയായ ചാൾസ് ബോ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു. മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ സദസ്സുകൾ നടത്തി. കേരളത്തിലാകെ 1000-ഓളം സ്ഥലങ്ങളിൽ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരായ ജനകീയ മുന്നേറ്റത്തിന് ശക്തി പകരാൻ ലഹരി വിരുദ്ധ കർമ്മസേന രൂപീകരിക്കുകയും ചെയ്തു. പ്രതിരോധ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ പടവരാട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ നിർവഹിച്ചു. കേരളത്തിന്റെ വരും തലമുറയെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്ന്, രാസലഹരിക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയേണ്ടതിനെ യേശു നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. യേശു ദൈവത്തിന്റെ ഹൃദയം വെളിപ്പെടുത്തുന്നു. അവൻ എപ്പോഴും എല്ലാവരോടും കരുണയുള്ളവനാണെന്ന് പാപ്പ പറഞ്ഞു. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് സാന്താ മാർത്തയിൽ വിശ്രമിക്കുന്നതിനിടെ വത്തിക്കാൻ പുറത്തിറക്കിയ പരിശുദ്ധ പിതാവിന്റെ ആഞ്ചലൂസ് സന്ദേശത്തിലാണ് ഇപ്രകാരം പാപ്പ വെളിപ്പെടുത്തിയത്. ബലഹീനതയും രോഗവും നമുക്കെല്ലാവർക്കും പൊതുവായുള്ള അനുഭവങ്ങളാണ്. എങ്കിലും ക്രിസ്തു നമുക്ക് നൽകിയ രക്ഷയിൽ നാം സഹോദരങ്ങളാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയും പോളണ്ടിന്റെ പ്രസിഡന്റുമായ ആൻഡ്രിജ് ഡുഡ വത്തിക്കാനിൽ ജൂബിലി തീർത്ഥാടനം നടത്തി. വ്യാഴാഴ്ച വത്തിക്കാനിലെത്തിയ പ്രസിഡന്റും സംഘവും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിലൂടെ പ്രവേശിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തി. പ്രഥമ വനിത അഗത ഡുഡയോടൊപ്പം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ശവകുടീരത്തിലും ഇരുവരും പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചു. ദമ്പതികൾക്കൊപ്പം വത്തിക്കാനിലെ പോളിഷ് അംബാസഡർ ആദം ക്വൈറ്റ്കോവ്സ്കിയും ഉണ്ടായിരുന്നു. മാനസാന്തരവും ക്ഷമയും, കർത്താവ് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന തലോടലുകളും, പാപികളായ നമ്മെ ആശ്ലേഷിക്കുന്ന സഭയുടെ കരങ്ങളും നമ്മുടെ ഭൗമിക തീർത്ഥാടനത്തിൽ നാം ഉപയോഗിക്കുന്ന കാലുകളുമാണെന്ന് ഫ്രാൻസിസ് പാപ്പ. 2025 പ്രത്യാശയുടെ ജൂബിലി വത്സരമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ കാരുണ്യത്തിന്റെ പ്രേക്ഷിതരായ വൈദികർ മാർച്ച് 28 മുതൽ 30 വരെ നടത്തുന്ന ജൂബിലി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പയുടെ ഈ ഉദ്ബോധനമുള്ളത്. ഇന്ത്യയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാരുണ്യത്തിന്റെ പ്രേക്ഷിത വൈദികർ ജൂബിലി തീർത്ഥാടനത്തിൽ സംബന്ധിക്കുന്നുണ്ട്.